ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ ഹബീബിനൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ അഹ്ലി ബൈത്തിഹി അജ്മഈൻ അമ്മാ ബഅദു. അൽഹംദുലില്ലാഹ്, മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളും മാഹാത്മ്യങ്ങളും ജീവിതവിശേഷങ്ങളും അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിയായ പഠനപാരായണങ്ങളുടെ പരമ്പര കിതാബ് ഷിഫയിലൂടെ 48ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏകദേശം കിതാബ് ഷിഫയുടെ 1ാം വാള്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൂടിയാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആധികാരികമായി അവതരിപ്പിക്കുന്ന ഈ രചനയിലെ സുപ്രധാനമായ അധ്യായങ്ങളിലെ വളരെ പ്രാധാന്യത്തോടുകൂടി എടുത്തുദ്ധരിച്ച ഭാഗങ്ങളെയാണ് നാം വായിച്ച് നമ്മുടെ പഠന പരമ്പര നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫസ്ലുൻ ഫി ഇജാബത്തി ദുആഇഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ്. വഹാദാ ബാബുൻ വാസിഉൻ ജിദ്ദൻ, ഈ അധ്യായം വളരെ വിശാലമാണ്. വ ഇജാബത്തു ദഅവത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിജമാഅത്തിൻ ബിമാ ദഅാ ലഹും വ അലൈഹിം. വഇജാബത്തു ദഅവത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലി ജമാഅത്തിൻ, ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്, ബിമാ ദഅാ ലഹും വ അലൈഹിം, അനുകൂലമായോ പ്രതികൂലമായോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദുആഇൻ്റെ ഉത്തരം, അത് സംബന്ധിയായ നിവേദനങ്ങൾ മുതവാത്തിറുൻ, അനിഷേധ്യമായി വലിയ സംഘങ്ങളാൽ നിവേദനം ചെയ്യപ്പെട്ടതാണ്. അലൽ ജുംല, മൊത്തത്തിൽ. മഅലൂമുൻ ളറൂറത്തൻ, വ്യക്തമായി ഒരു ഗവേഷണ പഠനമൊന്നും ആവശ്യമില്ലാത്ത വിധം അറിയപ്പെട്ട കാര്യവും കൂടിയാണ്, വ്യക്തമായി അറിയപ്പെട്ട കാര്യം കൂടിയാണ്. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലത്ത് ഉമ്മി, എൻ്റെ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹി, അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാദിമുക അനസ്, ഇതവിടുത്തെ സേവകനായ അനസാണ്, ഉദ്ഉല്ലാഹ ലഹു, ആ അനസിന് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണേ. ഖാല, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു, അള്ളാഹുവെ നല്ല ഹലാലായ സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ. വവലദഹു, നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ. വബാരിക് ലഹു ഫീമാ ആതൈതഹു, നീ നൽകിയതിലെല്ലാം, അനസിന് നീ നൽകിയതിലെല്ലാം ബറക്കത്ത് ചെയ്തു കൊടുക്കണേ. വമിൻ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. വമിൻ റിവായത്തി ഇക്രിമത്ത, ഇക്രിമ റളിയല്ലാഹു അൻഹു റിവായത്തിലുണ്ട്, ഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി ഇന്ന മാലി ലകസീറുൻ, എൻ്റെ സമ്പാദ്യം വളരെ അധികമാണ്. വഇന്ന വലദി വവലദ വലദി ലയുആദ്ദൂന അൽയൗമ അലാ നഹ്വിൽ മിഅ, എൻ്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായി, ഇന്ന വലദി വവലദ വലദി, എൻ്റെ മക്കളും പേരമക്കളുമായി ലയുആദ്ദൂന അൽയൗമ അലാ നഹ്വിൽ മിഅ, 100ഓളം എണ്ണാൻ മാത്രമുണ്ട്, 100ഓളം മക്കളുണ്ടെന്ന്.
അനസ് റളിയല്ലാഹു അൻഹുവിന് തന്നെ 90 ചില്ലാനം മക്കളുണ്ട് എന്നുണ്ട് വേറെ നിവേദനങ്ങൾ. അപ്പോൾ 100ഓളം സന്താനങ്ങൾ ഇന്ന് തന്നെ ഉണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയ്ക്ക് ഉത്തരം അല്ലാഹു തആല നൽകി. വദഅ ലി സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. അയ്യുജീബല്ലാഹു ദഅവതഹു, അല്ലാഹുവേ സഅദിൻ്റെ ദുആയ്ക്ക് നീ ഉത്തരം നൽകണേന്ന്. ഫമാ ദഅ, സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടില്ല അല അഹദിൻ, ആർക്ക് എതിരെയും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശത്രുക്കൾക്കെതിരെ ആർക്ക് വേണ്ടി ദുആ ചെയ്തോ, ഇല്ലസ്തുജീബ ലഹു, ഇജാബത്ത് കിട്ടിയിട്ടല്ലാതെ. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ദുആൻ്റെ ഇജാബത്തുള്ള ആളായി മാറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഇൻ്റെ പ്രതിഫലമാണ്. വദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു ഫിൽ ഇസ്തിസ്ഖാഇ, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ഫസുഖു, ആളുകൾക്കൊക്കെ നല്ല മഴ കിട്ടി. സുമ്മ ശക്കൂ ഇലൈഹി അൽ മത്തറ, പിന്നെ അവർ പരാതി വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മഴ അധികമായി പോയി. ഫദഅ, അപ്പോൾ ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആയിരുന്നു. ഫസഹു, അപ്പോൾ അവൾക്ക് മഴയിൽ നിന്ന് സലാമത്തായി. മേഘങ്ങൾ ഒഴിഞ്ഞു വന്നു, തെളിഞ്ഞു, ആകാശം തെളിഞ്ഞു. വദഅ ലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ, അല്ലാഹുവേ ദീനിലുള്ള വിജ്ഞാനം നൽകണേ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ നീ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ദുആയിരുന്നു. ഫസുമ്മിയ, അതിൻ്റെ ഉത്തരമെന്നോണം ഫസുമ്മിയ ബഅദു, പിൽക്കാലത്ത് മഹാനവറുകൾക്ക് പേര് വന്നു അൽ ഹബർ, അഥവാ ഈ സമുദായത്തിൻ്റെ ഹിബറു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ തന്നെ വൈജ്ഞാനിക ആശ്രയം, പണ്ഡിതൻ എന്ന പേര് വന്നു. ബഹറുൽ ഇൽം, വിജ്ഞാനത്തിൻ്റെ സാഗരം, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം. വ തർജുമാനുൽ ഖുർആൻ, ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ആധികാരിക നേതൃത്വം എന്നെല്ലാമുള്ള പേരുകൾ വന്നു. അത് ദുആൻ്റെ ഉത്തരാണ്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്ന് പറഞ്ഞു. വദഅ ലി ഉമ്മി അബീ ഹുറൈറത്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഇസ്ലാമിലായിരുന്നില്ല, ആ ഉമ്മക്ക് വേണ്ടി ദുആയിരുന്നു. ഫഅസ്ലമത്, മഹദി ഇസ്ലാം സ്വീകരിച്ചു. വദഅ അലാ മുദറ, മുദർ ഗോത്രത്തിനെതിരെ ദുആ ചെയ്തു. ഫൗഖഹിതു, അവർ ദാരിദ്ര്യത്തിലും വരൾച്ചയിലുമായി. ഹത്തസ്തഅത്തഫതുഹു ഖുറൈശുൻ, ഖുറൈശികൾക്ക് അവരോട് മമത തോന്നി. അവരെന്നാണ് ദ്വാരക്കാൻ പറഞ്ഞത്, എന്നിട്ട് അവർക്ക് തന്നെ മമത തോന്നി. ഫദഅ ലഹും, അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു അനുകൂലമായിട്ട്. അപ്പോൾ അവർക്ക് ഫസഖൂ, അവർക്ക് മഴ കിട്ടുകയും ചെയ്തു. അല്ല, അവർക്ക് മഴ കിട്ടി. ഫസഖൂ, അവർ മഴ ലഭിച്ചവരായി. വദഅ അലാ കിസ്റ, കിസ്റയ്ക്കെതിരെ അവിടുന്ന് ദുആ ചെയ്തു. ഹീന മസ്സഖ കിതാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം അവർ കീറിക്കളഞ്ഞപ്പോൾ. വിദേശ അംബാസഡർമാർ എന്ന നിലക്ക് അംബാസഡർ ലെറ്റർ കൊണ്ടുപോയി പ്രതിനിധിയുടെ ലെറ്റർ കീറിക്കളഞ്ഞു. അയ്യുമസ്സഖ അല്ലാഹു മുൽക്കഹു, അല്ലാഹു തആല അവരുടെ അധികാരത്തെ ചീന്തിക്കളയട്ടെ എന്ന്. ഫലം തബഖ ലഹു ബാഖിയത്തുൻ, പിന്നീട് അവർക്ക് ശേഷിപ്പുകാരുണ്ടായില്ല. വലാ ബഖിയത്ത് ലി ഫാരിസ റിയാസത്തുൻ ഫി അഖ്താരി ദുനിയ, പേർഷ്യക്കുള്ള അധികാരസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്ലാമിനെതിരെയും മുന്നോട്ട് വരികയും അക്രമത്തിലൂടെ വാഴുകയും നാടുകൾ പിടിച്ചടക്കുകയൊക്കെ ചെയ്തവരാണ്. അപ്പോൾ അവരെ നിലക്ക് നിർത്തണമെന്ന് ദുആയിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയ്ക്ക് ഉത്തരം കിട്ടി. പിന്നീട് അവർ അധികാരത്തിലുണ്ടായില്ല എവിടെയും. വഖാല റജുലുൻ യഅകുലു ബിഷിമാലിഹി, ഇടത് കൈ കൊണ്ട് തിന്നുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബി യമീനിക, നീ വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ലാ അസ്തത്തി, എനിക്ക് സാധ്യമല്ല എന്ന്. ഫഖാൽ ലസ്തതഅത, എന്നാൽ എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞു. ഫലം യർഫഅഹാ ഇലാ ഫിഹി, പിന്നീട് അവൻ ആ കൈ വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. وحديثه المشهور من رواية عبد الله بن مسعود في دعائه على قريش حين وضعوا السلاع,
പ്രസിദ്ധമായ ഹദീസിലുണ്ടല്ലോ അവിടുത്തെ ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഒരു ദുആന്റെ ഉത്തരം എന്താണ്? ഹീന വദഉസ്സല, അവർ കുടൽമാല ഇട്ടപ്പോൾ അലാ റഖബത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിരടിയിൽ വഹുവ സാജിദുൻ, അവിടുന്ന് സുജൂദിലായിരിക്കെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദുആയിരുന്നു. വസമ്മാഹും, അവരെ പേരെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒട്ടകത്തിൻ്റെ കുടൽമാല അതിൻ്റെ അവശിഷ്ടങ്ങളും രക്തവും എല്ലാം ഒത്തുചേർന്ന് കൊണ്ടുവന്ന് അതെല്ലാം ചങ്ങത്തന്നെ കൊണ്ടുവന്നിട്ട് കൊടുത്തു. വസമ്മാഹും, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പേര് പറഞ്ഞു. ഖുറൈശികൾ ഓരോരുത്തരെയും മൊത്തത്തിലും പറഞ്ഞു അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ ഉത്ബ വശൈബ, അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫലഖദ് റഅയ്തുഹും ഖുതിലൂ യൗമ ബദ്രിൻ, ആ പേരെടുത്ത് പറയപ്പെട്ട ഓരോരുത്തരും ബദറിൽ കൊല്ലപ്പെട്ടത് ഞാൻ കണ്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇൻ്റെ ഇജാബത്താണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇൻ്റെ ഇജാബത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ചില സാമ്പിളുകളിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്ലും ഫീ കറാമത്തിഹി വ ബറകാത്തിഹി വൻഖിലാബിൽ അയ്യാനി ലഹു ഫീമാ ലമസഹു ഔ ബാശറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ, അവിടുത്തെ ബറക്കത്തുകൾ, ചില വസ്തുക്കൾ മറ്റു വസ്തുക്കളായി പരിണമിച്ചത് അവിടുത്തെ സ്പർശനം കൊണ്ടും സഹവാസം കൊണ്ടുമൊക്കെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന അഹ്ലൽ മദീനത്തി ഫസ്ഉ മറത്തൻ, ഒരിക്കൽ മദീനക്കാരായ ആളുകളൊക്കെ പേടിച്ചു. ഫറക്കിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറസല്ലി അബീ തൽഹത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിരപ്പുറത്ത് കയറി. കാന യഖ്തിഫു ഔ ബിഹി ഖിതാഫുൻ, അത് വേഗതയില്ലാത്ത കുതിരയാണ്. ഖാല ഗൈറുഹു യുബത്തഉ, അതിങ്ങനെ പിന്നാലെ മെല്ലെ മെല്ലെ പോണതാണ്. ഫലമ്മ റജഅ, മടങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജദ്നാ ഫറസക ബഹ്റൻ, നിങ്ങളുടെ കുതിരയെ നല്ല സ്പീഡിലായിട്ടാണല്ലോ എനിക്ക് ലഭിച്ചത്, നല്ല വേഗതയുള്ള നല്ല പാഞ്ഞു പോണ സാധനമാണല്ലോ. ഫകാന ബഅദു ലാ യുജാറ, പിന്നീട് അതെപ്പോഴും നല്ല വേഗതയിൽ തന്നെയായിരുന്നു, നല്ല സ്പീഡിൽ ആക്രമണ ശക്തിയും സ്പീഡുമുള്ളതായിരുന്നു. വഫി സ്വഹീഹി അൻ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറയാണ് അന്നഹാ ഖറജത്ത് ജുബ്ബത്തൻ ത്വയാലിസ, അവിടുന്ന് ഒരു ത്വയാലിസ ജുബ്ബ അവിടുന്ന് പുറപ്പെടുവിച്ചു. വഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുന്ന ജുബ്ബയായിരുന്നു ഇത്. ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർളാ വനസ്തശ്ഫീ ബിഹാ, ഞങ്ങളിത് രോഗികൾക്ക് കഴുകിയിട്ട് ശമനത്തിന് വേണ്ടി നൽകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുബ്ബയുടെ ബറക്കത്ത്. വക്കാനലി ഉമ്മി മാലിക്കിൻ ഉക്കത്തുൻ, ഉമ്മു മാലിക് എന്നവർക്ക് ഒരു തോൽപാത്രമുണ്ടായിരുന്നു. തുഹദീ ഫീഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്നൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വെണ്ണ കൊണ്ടുവന്ന് കൊടുക്കും, നെയ്യ് വെണ്ണയൊക്കെ കൊണ്ട് കൊടുക്കും. ഫഅമറഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാ തഅസിറഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിനെ ഒരിക്കലും നിങ്ങൾ പിഴിയരുത്, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിച്ചു മാറ്റരുത്. സുമ്മ ദഫഅഹ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ പാത്രം മടക്കി കൊടുക്കും, ഇലൈഹ അവൾക്ക് തന്നെ. ഫഇദാ ഹിയ മംലൂഅത്തുൻ സമ്നൻ, അപ്പം എപ്പോൾ നോക്കിയാലും അതിൽ വെണ്ണ നിറഞ്ഞിരിക്കുകയാണ്, നെയ്യ് നിറഞ്ഞിരിക്കുകയാണ്. ഫയതീഹ ബനൂഹ യസ്അലൂനഹൽ അദമ, മക്കൾ വന്നിട്ട് കറി ചോദിക്കുമ്പോൾ ഫതഅമദു ഇലൈഹ, ഉമ്മു മാലിക് എന്നവർ ആ പാത്രത്തിലേക്ക് ചെന്ന് നോക്കിയാൽ ഫതജിദു ഫീഹാ സമ്നൻ, അപ്പോഴെല്ലാം അതിൽ വെണ്ണ ഉണ്ടാവും. ഫക്കാനത്ത് തുഖീമു ഇദ്മഹ, അതുകൊണ്ട് അത് കറിയാക്കി ഉപയോഗിക്കും കാര്യങ്ങൾക്കൊക്കെ. ഹത്താ അസറത്ത്ഹ, അത് കാലിയാക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് പിഴിഞ്ഞ് പൂർണ്ണമായും എടുക്കുന്നത് വരെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളത് പിഴിഞ്ഞ് പൂർണ്ണമായിട്ട് എടുക്കുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടാവും. ആ പറഞ്ഞതിൻ്റെ ബർക്കത്ത് കൊണ്ട് അത് ഉണ്ടായിരുന്നു, ഏറെ ആവശ്യത്തിന് കിട്ടി. അതെപ്പോഴാണോ പൂർണ്ണമായും കാലിയാക്കിയത് അപ്പോഴതിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു ബർക്കത്താണ്, അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകാശനം. വഅത ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി ഉർജൂനൻ, ഒരു കൊമ്പ്, ഒരു ഈത്തപ്പനയുടെ കൊമ്പ് നൽകി. വഖാല അന്തലിഖ് ബിഹി ഫഇന്നഹു സയളീഉ ലക മിൻ ബൈനി യദൈക അശ്റൻ വമിൻ ഖൽഫിക അശ്റൻ, മുൻഭാഗത്തേക്ക് 10 മുഴവും പിൻഭാഗത്തേക്ക് 10 മുഴവും നിങ്ങൾക്ക് ഇതുകൊണ്ട് വെളിച്ചം കിട്ടും, നിങ്ങൾ ഇതും കൊണ്ട് പോയിക്കോ, ഈ മരക്കൊമ്പ് കൊണ്ടേ. ഫൈദാ ദഖൽത ബൈതക ഫസതറാ സവാദൻ, നിങ്ങൾ വീട്ടിലേക്ക് ചെന്നാൽ ഒരു ഇരുണ്ട രൂപം നിങ്ങൾ കാണും. ഫളരിബുഹു, അതിനെ നിങ്ങൾ ഇതുകൊണ്ട് അടിച്ചോളൂ. ഹത്താ യഖ്റുജ, അത് പുറപ്പെടുന്നത് വരെ. ഫഇന്നഹു ശൈത്വാനു, അത് പിശാചാണ്. ഫന്തലഖ ഫഅളാഅ ലഹുൽ ഉർജൂൻ, ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടപ്പം കയ്യിലുള്ള വടി പ്രകാശിക്കാൻ തുടങ്ങി. ഹത്താ ദഖല ബൈതഹു, വീട്ടിൽ പ്രവേശിക്കുന്നത് വരെ. വവജദ സവാദ, ഇരുണ്ട രൂപത്തെ കണ്ടു. ഫളറബഹു ഹത്താ ഖറജ, അതിനെ അടിച്ചു, അത് പുറത്തുപോയി. അപ്പം ഇതിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളും ബറക്കത്ത് കൊണ്ടും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം ഒരു വസ്തു മറ്റൊരു വസ്തുവായി മാറുക, ഉള്ള വസ്തുവിൽ ബറക്കത്ത് കിട്ടുക, ആ പ്രകാശിച്ച വസ്തു തന്നെ ഒരു ആയുധമായി പരിണമിക്കുക, ഇതെല്ലാം ഉണ്ടായി. വമിന്നു ബറക്കത്തുഹു ഫീ ദൂരി ശിയാഹിൽ ഹവാഇൽ ബില്ലബനിൽ കസീരി, അവിടുന്ന് കറവ പറ്റിയ ആടുകളിൽ നല്ല പാല് വർദ്ധിച്ചതും അവിടുത്തെ ബറക്കത്തിൻ്റെ ഭാഗമാണ്. ഖിസ്വത്തി ഷാത്തി ഉമ്മി മഅബദിൻ, ഉമ്മു മഅബദിൻ്റെ ആടിൻ്റെ കഥ പോലെ. വിശ്വാസങ്ങളുടെ ഹിജറയുടെ വഴിയിൽ ഉമ്മു മഅബദിൻ്റെ ഖൈമയിൽ കയറിയപ്പോൾ കറവയ്ക്ക് പറ്റുന്ന ഒരാടുമില്ല. നബിസ്വല്ലാസങ്ങളെ കൈവച്ചപ്പോഴേക്ക് ക്ഷീരം നിറഞ്ഞു, ആവശ്യത്തിന് പാല് കിട്ടി. വഷാത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആടിലും അതുപോലെ തന്നെ ലഭിച്ചു. അത് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. നബിസ്വല്ലാസങ്ങൾ ദുആ ബർക്കത്തിന് വേണ്ടി. വഅമ്മാ ഖബളുഹു മിൻ തുറാബിൻ യൗമ ഹുനൈനിൻ, നബി സല്ലല്ലാഹു അലൈഹി വഅഖദ ഖബളതൻ മിൻ തുറാബിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിൽ നിന്ന് ഒരു പിടി വാരി യൗമ ഹുനൈൻ യുദ്ധത്തിൻ്റെ അന്ന്. വറമാ ബിഹാ ഫീ ഉജൂഹിൽ കുഫാരി, സത്യനിഷേധികളുടെ എതിരാളികളുടെ നേരെ എറിഞ്ഞു. വഖാല ഷാഹത്തിൽ ഉജൂഹു, എന്നിട്ട് അവിടുന്ന് അവർക്കെതിരെ ഒരു പ്രാർത്ഥനയും നടത്തി. ഫൻസറഫു യംസഹൂനൽ ഖദാ അൻ അയ്നിഹിം, അവരെല്ലാവരും പിന്തിരിഞ്ഞു, അവരെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് നീക്കിക്കൊണ്ട് എല്ലാവരുടെയും കണ്ണിൽ വന്നത് പതിച്ചു. വശക്കാ ഇലൈഹി അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളോട് ആവലാതി പറഞ്ഞു, അന്നിസിയാന, മറവിയെക്കുറിച്ച്. ഫാമറഹു ബിബസ്തി സൗബിഹി, വസ്ത്രം വിരിച്ചിടാൻ വേണ്ടി പറഞ്ഞു. വഗറഫ ബിയദിഹി ഫിഹി, അതുകൊണ്ട് കൈകൊണ്ട് അതിലേക്ക് കോരിയിട്ടു. സുമ്മ അമറഹു ബിളമ്മിഹി, എന്നിട്ട് ഇതിനെ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഫഫഅല, അങ്ങനെ പ്രവർത്തിച്ചു. ഫമാ നസിയ ശൈഅൻ ബഅദു, പിന്നീട് ഒരു വസ്തുവും മറന്നിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല. വളറബ സദറ ജരീർ ഇബ്നു അബ്ദില്ലാഹി, ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബുജലി റളിയല്ലാഹു അൻഹു മാറിടത്തിൽ ഒരു അടി കൊടുത്തു. വദഅ ലഹു, അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കൊടുത്തു. വകാന ദുകിറ ലഹു അന്നഹു ലാ യസ്ബുതു അലൽ ഖൈലി, കുതിരപ്പുറത്ത് ഇങ്ങനെ സ്റ്റഡിയായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആവലാതി നേരത്തെ പറഞ്ഞിരുന്നു. ഫസ്വാറ മിൻ അഫറസിൽ അറബി വഅസ്ബതിഹിം, ഈ ഒരു മന്ത്രവും ഒരു അടിയും കഴിഞ്ഞതിന് ശേഷം പിന്നീട് അറബികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നന്നായി കുതിരപ്പുറത്തിരുന്ന് ഏറ്റവും വേഗത്തിൽ സവാരി നടത്തുന്ന ആളായി മാറി. ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് ആളുകൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതും വസ്തുക്കളുടെ സ്വഭാവങ്ങൾ മാറിയതും ഘടനകൾ മാറിയതും എല്ലാം ഉണ്ട്. ഇനി അടുത്ത അധ്യായം, ഫസ്ലുൻ ഫീമാ ഉത്ലിഅ അലൈഹി മിനൽ ഉയൂബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് അദൃശ്യകാര്യങ്ങൾ ലഭിച്ചത്, അതാണ് പറയാനുള്ളത്. അദൃശ്യകാര്യങ്ങൾ. വമിൻ ദാലിക മാ ഉത്ലിഅ അലൈഹി മിനൽ ഉയൂബി വമാ യകൂനു, അദൃശ്യകാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അറിയിക്കപ്പെട്ടത്. വൽ അഹാദീസു ഫീ ഹാദൽ ബാബി ബഹറുൻ ലാ യുദ്റകു കഅറുഹു, ആഴം തീരാത്ത കടൽ പോലെയാണ്, ഇത്രയോ ഉണ്ട്. വലാ യൻസിഫു ഗമറുഹു,
അതിൻ്റെ തിര അടങ്ങില്ല. അത്രയും വിശാലവും അത്രയും ഗുപ്തവും എല്ലാമാണ്. വഹാദിഹിൽ മുഅ്ജിസത്തു മിൻ ജുംലത്തി മുഅ്ജിസാത്തിഹിൽ മഅലൂമത്തി അലൽ ഖത്ഇൽ വാസിലി ഇലൈന. നമ്മളിലേക്ക് ഗണ്യതമായി എത്തിച്ചേർന്ന അമാനുഷിക സംഭവങ്ങളിൽപ്പെട്ടതാണ് അവിടുത്തെ അദൃശ്യ കാര്യങ്ങളിലുള്ള പ്രസ്താവനയും ഭാവി കാര്യങ്ങളിലുള്ള പ്രവചനവും. ഖബറുഹ അല തവാത്തുരി, അത് സംബന്ധിയായ വൃത്താന്തങ്ങൾ, നിവേദനങ്ങൾ അനിഷേധ്യമാകുന്ന വിധത്തിൽ അസംഖ്യം ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ലിക്കസറത്തി റുവാത്തിഹ, അതിൻ്റെ നിവേദകന്മാരുടെ ആധിക്യം കൊണ്ടും, വത്തിഫാഖി മആനിഹ അലൽ ഇത്തിലാഇ അലൽ ഗൈബി, എല്ലാം അദൃശ്യകാര്യങ്ങൾക്കുമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവുണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതുമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മുടെ മുമ്പിൽ സംഭാഷണത്തിന് വേണ്ടി, പ്രസംഗത്തിന് വേണ്ടി നിന്നു. ഫമാ തറക ശൈഅൻ യകൂനു ഫീ മഖാമിഹി ദാലിക, ആ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ പറഞ്ഞു. ഇലാ ഖിയാമിസ്സാഅ, അന്ത്യനാൾ വരെ. ഇല്ലാ ഹദ്ദസഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടല്ലാതെ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് വിശദീകരിച്ചു. ഹഫിളഹു മൻ ഹഫിളഹു, അതിനെ ഹൃദിസ്ഥമാക്കിയവർ ഹൃദിസ്ഥമാക്കി. വനസിയഹു മൻ നസിയഹു, മറന്നവർ മറന്നു. ഖദ് അല്ലമഹു അസ്ഹാബി ഹഉലാഇ, ഖദ് അലിമഹു അസ്ഹാബി ഹഉലാഇ, മഹാന്മാരായ സ്വഹാബത്ത് അതിൽ നിന്നും പഠിച്ചു. വഇന്നഹു ലയകൂനു ശൈഉ, വഇന്നഹു ലയകൂനു മിന്നു ശൈഉ ഫഅരിഫുഹു ഫഅദ്കുറുഹു, അതിൽ നിന്ന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറിയിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തു. ഇതിനെല്ലാം എത്രമാത്രം ലയകൂനു മിന്നു ശൈഉ ഫഅരിഫുഹു ഫഅദ്കുറുഹു, ഞാനതിനെ അറിഞ്ഞു, അതിനെ ഓർത്തു വച്ചിട്ടുണ്ട്. കമാ യദ്കുറു റജുലു വജ്ഹ റജുലി ഇദാ ഗാബ അൻഹു റആഹു സുമ്മ ഇദാ റആഹു അറഫഹു, എത്രമാത്രം എന്നറിയോ? കമാ യദ്കുറു റജുലു വജ്ഹ റജുലി, ഒരാൾ മറ്റൊരാളുടെ മുഖം ഓർത്തു വെക്കുന്നത് പോലെ. ഇദാ ഗാബ അൻഹു, അയാളിൽ നിന്ന് മറഞ്ഞുപോയാൽ, അസാന്നിധ്യത്തിൽ മുഖം ഓർത്തു വെക്കും. സുമ്മ ഇദാ റആഹു അറഫഹു, പിന്നെ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയും. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ, അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ മുഖം ഓർത്തു വെക്കുകയും അയാളെ നേരിട്ട് കാണുമ്പോൾ തിരിച്ചറിയുകയും ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓരോന്നും പറഞ്ഞു തന്നത് നമുക്കിങ്ങനെ ഓർമ്മയിലുണ്ട്, ബോധ്യത്തിലുണ്ട്. മുന്നിൽ വരുമ്പോൾ അത് വ്യക്തമാകും. ആ വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, ഞങ്ങൾക്കറിയിച്ചത്. വഖദ് ഖറജ അഹ്ലുസ് സ്വഹീഹി, സഹീഹായ ഗ്രന്ഥങ്ങളുടെ നേതാക്കന്മാർ, ഇമാമിയങ്ങൾ, വല്ല ഇമ്മത്തു, ഇമാമിയങ്ങൾ, ഇമാം അഹ്മദ് തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരെല്ലാം നിവേദനം ചെയ്തു. മാ അഅലമ ബിഹി അസ്ഹാബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ. മിമ്മാ വഅദഹും ബിഹി മിനൽ ളുഹൂരി അലാ അഅദാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാക്കുകൊടുത്തു, മുന്നറിയിപ്പ് കൊടുത്തിരുന്നല്ലോ, ശത്രുക്കളെ മറികടന്നുകൊണ്ട് വിജയിക്കുമെന്ന്. അത്തരം കാര്യങ്ങൾ. ഫത്ഹി മക്കത്ത, മക്ക വിജയം. വബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് മോചനം. വൽ യമനി, യമൻ വിജയം. വശാമി, ഷാം വിജയം. വൽ ഇറാഖ്, ഇറാഖ് വിജയം. വളുഹൂരിൽ അംനി, സുരക്ഷിതത്വം വ്യാപകമാകും. ഹത്താ തദ്അന അൽ മർഅതു മിനൽ ഹീറത്തി ഇലാ മക്ക ലാ തഖാഫു ഇല്ലല്ലാഹ്, എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ടാവുന്ന ഒരു സ്ത്രീ കൂഫയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലേക്ക് വന്നാൽ അള്ളാഹുവിനെ മാത്രം ഭയന്നാൽ മതി. കൂഫയിൽ നിന്ന് മാസങ്ങളുടെ വഴിദൂരമുള്ള മക്കയിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അള്ളാഹിനെ മാത്രം പേടിച്ചാൽ മതി. അല്ലാതെ ഒരാളും ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ പിടിച്ചു പറിക്കുകയോ റേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യൂല.
അത്രമാത്രം സുരക്ഷിതത്വമുള്ള അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അവിടുത്തെ മുന്നറിയിപ്പുകൾപ്പെട്ടതാണ്. വാന്നൽ മദീനത്തെ സത്തു തൂസ, മദീന യുദ്ധം ചെയ്യപ്പെടും, മദീനയിലേക്ക് ആക്രമണങ്ങൾ വരും. അതിൻ്റെ വിശാലമായ സംഭവങ്ങളൊക്കെ അതിന് കഴിഞ്ഞു പോയതാണോ വരാനുള്ളതാണോ മദീനയുടെ ബോർഡറിൽ വരുന്നതാണോ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫതുഫ്തഹു ഖൈബർ, ഖൈബർ ജയിച്ചടക്കപ്പെടും അലാ യദൈ അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളിലൂടെ, ഫി ഗദി യൗമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു, നാളെ ഇൻഷാ അല്ലാഹ് അലി റളിയല്ലാഹു അൻഹുവിലൂടെ ഖൈബർ ജയം നേടും. വമാ യഫ്തഹുല്ലാഹു അലാ ഉമ്മത്തിഹി മിനദ് ദുനിയാ വയുതൂന മിൻ സുഹറത്തിഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൗതികമായ ലോകത്തു നിന്ന് അവിടുത്തെ സമുദായത്തിന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകുന്നത്, ഏതെല്ലാം ആനുകൂല്യങ്ങളാണ്. വഖിസ്മത്തിഹിം, വിഹിതങ്ങളും. അല്ല, വയുതൂന മിൻ സുഹറത്തിഹാ, അതിൻ്റെ അലങ്കാരങ്ങളിൽ നിന്ന് അവർക്ക് നൽകപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. വഖിസ്മത്തിഹിം കുനൂസു ദഹറ കിസ്റ, കിസ്റയുടെ നിധികൾ, പേർഷ്യൻ രാജാക്കന്മാരുടെ രത്നങ്ങൾ, അവരുടെ സമാഹാരങ്ങൾ ലഭിക്കുമെന്നും പറഞ്ഞു. വഖൈസറ, കൈസറിൻ്റെയും വിഹിതം ലഭിക്കും. വമാ യഹദുസു ബൈനഹും മിനൽ ഫിതൻ, സമുദായത്തിനുണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ചും പറഞ്ഞു. വൽ ഇഖ്തിലാഫി വൽ അഹ്വാഇ, അഭിപ്രായാന്തരങ്ങളും താൽപ്പര്യങ്ങളും എന്തെല്ലാം ഉണ്ടാകും. വസുലൂക്കി സബീലി മൻ ഖതല ഖബലഹും, അവരുടെ മുൻഗാമികളായ ആളുകളുടെ മാർഗങ്ങളിൽ പ്രവേശിക്കുമെന്നും, മുമ്പുള്ള ആളുകൾ ഭിന്നിച്ചതുപോലെ ഈ സമുദായവും ഭിന്നിക്കും. അവരുടെ നാശങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവർക്ക് വരാനുള്ള രത്നങ്ങൾ, നിധികൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടാനുള്ളത്, അതുപോലെ തന്നെ ഭൗതികമായ അവർക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ, ഖൈബറിൻ്റെ വിജയം, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. വഖിതാലിഹിമു തുർക്ക, തുർക്കുകളോട് അവർ യുദ്ധം ചെയ്യും എന്നതും പറഞ്ഞു. വദഹാബ കിസ്റ വഫാരിസ ഹത്താ ലാ കിസ്റ വലാ ഫാരിസ ബഅദഹു, കിസ്റയും കൈസറും എല്ലാം ഇല്ലാതെയാകും, പേർഷ്യയും കിസ്റയുമെല്ലാം ഇല്ലാതെയാകും, പോകും, നഷ്ടപ്പെട്ടു പോകും. ഏതുവരെ? ലാ ഫാരിസ ബഅദഹു, പിന്നീട് പേർഷ്യയില്ല, പിന്നെ കൈസറില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ വരാനുള്ള കാലത്തെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. വഅന്ന അമ്മാറൻ തഖ്തുലുഹു അൽ ഫിഅത്തുൽ ബാഗിയ, ക്രൂരന്മാരായ ഒരു സംഘം അമ്മാർ ബിൻ യാസിർ എന്നിവരെ കൊല്ലും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ മറ്റൊരു കാര്യമാണ്, വഖാല അലൈഹി സ്വലാത്തു വസ്സലാം യകൂനു ഫീ സഖീഫിൻ കദ്ദാബുൻ വമുബീറുൻ, സഖീഫ് ഗോത്രത്തിൽ നിന്ന് ഒരു അസത്യവാനും ഒരു നാശകാരിയും ഉണ്ടാകും. ഫറഔഹുൽ ഹജ്ജാജ് വൽ മുഖ്താറ, മുഖ്താറു സഖഫിയെയും അതുപോലെ തന്നെ ഹജ്ജാജ് ബിൻ യൂസുഫിനെയും സമൂഹം അതിൽ നിന്ന് പിന്നീട് കണ്ടു. വഅന്ന മുസൈലിമത യഅഖിറുഹുല്ലാഹ്, മുസൈലിമത്തുൽ കദ്ദാബിനെ അള്ളാഹു നശിപ്പിച്ചു കളയും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായ കാര്യമാണ്. വഅന്ന ഫാത്തിമത അവ്വലു അഹ്ലിഹി ലുഹൂഖൻ ബിഹി, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹി തങ്ങളിലേക്ക് ആദ്യമായി ചെന്നു ചേരുന്നത്, അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് ആദ്യം വഫാത്താകുന്നത്. വഅൻസറ ബിർരിദ്ദത്തി, ഇനി രിദ്ദത്തിൻ്റെ ഒരു കാലം വരുമെന്നും റസൂലുള്ളാഹി തങ്ങൾ താക്കീത് നൽകിയിരുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞിരുന്നു. വഅഖ്ബറ ബിശഅനി ഉവൈസുൽ ഖർനി തങ്ങളെക്കുറിച്ചും പറഞ്ഞു. വബി ഉമറാ യുഖിറൂന സ്വലാത അൻ വഖ്തിഹാ, നിസ്കാരത്തെ സമയത്തിൽ നിന്ന് വൈകിക്കുന്ന നേതാക്കന്മാരെക്കുറിച്ചും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വലാ തഖൂമു സ്സാഅത്തു ഹത്താ യസൂഖൻ നാസ ബിഅസാഹു റജുലുൻ മിൻ ഖഹ്താൻ, ഖഹ്താനിൽ നിന്നുള്ള ഒരാൾ വടികൊണ്ട് ജനങ്ങളെ തെളിക്കുന്നതുവരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി.
അൽ ജഹ്ജാഹ് എന്ന ആളായിരിക്കാം അത് എന്ന് ഇമാം അൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. യസൂഖുന്നാസ് ബിഅസാഹു. വഖാല ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കാലവും വരും അതിന് ശേഷമുള്ളത് മുമ്പുള്ളതിനേക്കാൾ മോശമായിരിക്കും. വഖാല ഹലാകു ഉമ്മത്തി അലാ യദൈ ഉഗൈലിമത്തിൻ മിൻ ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ നാശം ഖുറൈശികളിൽ നിന്നുള്ള ചില ചെറുപ്പക്കാർ കുട്ടികളുടെ കയ്യിലൂടെയാണ്. ഖാല അബൂ ഹുറൈറ പറയാണ്, ലൗ ശിഅ്തു സമ്മൈതുഹും ലക്കും ബനൂ ഫുലാനിൻ വ ബനൂ ഫുലാൻ. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇന്നാളുടെ മകൻ ഇന്നാളുടെ മകൻ ഇന്നാണെന്ന് പറഞ്ഞു തരാൻ കഴിയും. അത്രയും വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നാളുടെ മകൻ ഇന്നാളിലൂടെ. അങ്ങനത്തെ ചെറുപ്പക്കാർ പിൽക്കാലത്ത് വന്ന് പലതും അനുവദിക്കുന്നതാക്കി, നിഷേധിക്കപ്പെട്ടത് പലതും കൽപ്പിക്കപ്പെട്ടതാക്കി ഒക്കെ മാറ്റും. അതിലൂടെയാണ് നാശമുണ്ടാവുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅന്ന ഖുറൈശൻ വൽ അഹ്സാബ ലാ യഗ്സൂനഹു അബദൻ വഅന്നഹു വയഗ്സൂഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുറൈശികൾ ഇനി വരില്ല, നമുക്ക് നേരെ അവർക്ക് വരാൻ കഴിയൂല. മറ്റു സത്യനിഷേധികളും ഹിസ്ബുകളും വരില്ല. അഹ്സാബിന് ശേഷം പറഞ്ഞു ഇനി ആരും വരില്ല. വഅന്നഹു ഹുവ യഗ്സൂഹും, അവിടുന്നായിരിക്കും നേരിടുക. എല്ലാ വിഭാഗങ്ങളും ഒരു കാലത്ത് നമുക്കെതിരെ വന്നവരാണ്. ഇനി അവരാരും നമുക്ക് നേരിട്ട് വരില്ല. ഇനി അവർക്കെതിരെ നമ്മൾ നിലപാടെടുക്കുകയായിരിക്കും ഉണ്ടാവുക. വഅഖ്ബറ ബിൽ മൂത്താൻ അല്ലദീ യകൂനു ബഅദ ഫത്ഹിൽ മഖ്ദിസ്. ബൈത്തുൽ മുഖദ്ദസ് മോചനത്തിന് ശേഷം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയെക്കുറിച്ചും അവിടുന്ന് മുന്നറിയിപ്പ് നൽകി. വഅന്നഹും യഗ്സൂന ഫിൽ ബഹരി കൽ മുലൂകി അലൽ അസിറ. സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെ പോലെ കടൽ കടന്ന് യുദ്ധം ചെയ്യുമെന്ന കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. അത് ഖാദിസിയയിൽ പുലർന്നതാണ്. അമവാസ പ്ലേഗിലൂടെ പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള പ്രസ്താവന പുലർന്നതാണ്. വഅന്ന ദീന ലൗ കാന മനൂതൻ ബിസുറയ്യ ലകാലഹു റിജാലുൻ മിൻ അബ്നാഇ ഫാരിസ. ഇനി വിജ്ഞാനം അല്ലെങ്കിൽ ദീന് അല്ലെങ്കിൽ ഇൽമ് സുറയ്യ നക്ഷത്രത്തിൽ ബന്ധിച്ചു കിടക്കുകയാണെങ്കിലും അതിനെ പ്രാപിക്കും റിജാലും മിൻ അബ്നാഇ ഫാരിസ, പേർഷ്യയിൽ നിന്നുള്ള ചില മക്കൾ. അത് പേർഷ്യക്കാരെ മൊത്തത്തിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിലേക്കുള്ള സൂചനയാണ്. വഹാജത്ത് റീഹും ഫി ഗസാത്തിൻ, ഒരു യുദ്ധവേളയിൽ ഒരു കാറ്റടിച്ചു. ഫഖാല, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജത്തിൽ മൗത്തി മുനാഫിഖിൻ, ഒരു കപടവിശ്വാസി മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫലമ്മാ റജഉ ഇലൽ മദീനത്തി വജദൂ ദാലിക, മദീനയിലേക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ സംഭവം റെഡി, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വഅലമ ബില്ലദീ ഗല്ല ശംലത വഹൈതു ഹിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു, യുദ്ധാർജിത സ്വത്തിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു മേൽമുണ്ട് അല്ലെങ്കിൽ രത്നം അതിനെടുത്ത് വഞ്ചിച്ച് മോഷ്ടിച്ചു വെച്ച ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ആ രഹസ്യം മറഞ്ഞ കാര്യം പറഞ്ഞു. വബിഷൈനി കിതാബി ഹാത്തബിൻ ഇലാഹിന് മക്ക. ഹാത്തബ് ബിൻ അബീ ബൽതഅ എന്ന സ്വഹാബി ആരും അറിയാതെ മക്കയിലേക്ക് ലെറ്റർ കൊടുത്തു വിട്ടത് റസൂലുള്ളാഹി തങ്ങൾ മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അറിഞ്ഞു. അവിടുന്ന് അറിയിച്ചു കൊടുത്തു. സ്വഹാബത്തിനോട് കാര്യം പറഞ്ഞു. അവരെ പോയി പിടിച്ചു, ആ ലെറ്റർ കൊണ്ടുവന്നു. വഅൻ മസാരി അഹ്ലി ബദരിൻ വകാന കമാ ഖാല. ബദർ യുദ്ധത്തിൽ എതിരാളികളായി വന്ന ആളുകൾ നാളെ നമ്മൾക്കെതിരെ വരുന്ന അബൂജഹൽ ഇവിടെ കിടക്കും, ഉത്ബത്ത് ഇവിടെ കിടക്കും, ഷൈബത്ത് ഇവിടെ കിടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരിച്ചു വീഴുന്ന സ്ഥലങ്ങൾ പറഞ്ഞു. അത് അപ്രകാരം തന്നെ ഉണ്ടായി. വഖാല ഫിൽ ഹസനി, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ നേതാവാണ്. വസയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിഅത്തൈനി അളീമത്തൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ അവിടുന്ന് രഞ്ജിപ്പുണ്ടാക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയത് സംഭവിച്ചു ചരിത്രത്തിൽ.
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഅല്ലക തുഖല്ലഫു ഹത്താ യൻതഫിഅ ബിക അഖ്വാമുൻ വയസ്തളിറ ബിക ആഖറൂന. ലഅല്ലക തുഖല്ലഫു, നിങ്ങൾ പിന്തിക്കപ്പെട്ടേക്കാം, നിങ്ങൾക്ക് ആയുസ് കുറച്ചും കൂടി കിട്ടും. ഹത്താ യൻതഫിഅ ബിക അഖ്വാമുൻ വയസ്തളിറ ബിക ആഖറൂൻ, നിങ്ങളെക്കൊണ്ട് നന്മ സ്വീകരിക്കുന്നവരും നിങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവരും ഉണ്ടാവും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പാണ് സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ച്. വഖബറ ബി ഖത്ലി അഹ്ലി മൂത്തത, മൂത്തയിൽ കൊല്ലപ്പെടുന്ന ആളുകളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, യൗമ ഖുത്ലൂ, അവർ കൊല്ലപ്പെട്ട സമയത്ത് തന്നെ, വബൈനഹും മസീറത്തു ശഹ്രിൻ ഔ അസിയദ്, ഒരു മാസമോ അതിലേറെയോ വഴി ദൂരമുള്ള മൂത്ത എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട ആളുകൾ അതേ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന്. ഒബി മൗത്തിൻ നജ്ജാഷി യൗമ മാത്ത വഹുവ ബിഅർളിഹി, നേഗസ് ചക്രവർത്തി മരണപ്പെട്ട സമയത്ത് മദീനയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അവിടെ മരിച്ച കാര്യം മുത്തുനബി തങ്ങൾ പറഞ്ഞു. വഖബറ, അവിടുന്ന് പ്രസ്താവിച്ചു, അന്ന അസ്റ അസ്വാജിഹി ബിഹി ലുഹൂഖൻ അത്വലഹുന്ന യദൻ, അവിടുത്തെ പത്നിമാരിൽ എത്രയും വേഗം ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് കൈ ദീർഘമുള്ളവരാണ് എന്ന് പറഞ്ഞു, അഥവാ ഏറെ സംഭാവന നൽകുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വകാനത്ത് സൈനബു, അത് സൈനബ് റളിയല്ലാഹു അൻഹ ആയിരുന്നു, തൂലി യദിഹാ ബിസ്വദഖതി, ദാനധർമ്മം ചെയ്യുക എന്നതുകൊണ്ട് കൈ നീളമുള്ള ആളെന്നറിയപ്പെട്ട ആളാണ്. അല്ല കൈക്ക് നീളമുള്ളതല്ല, ഏറെ കൊടുനീതിയുള്ളവർ. അപ്പോൾ ഇങ്ങനെ 1000 പ്രസ്താവനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്രകാരമുണ്ടായിട്ടുണ്ട്. മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് അവിടുന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദൃശ്യമായ കാര്യങ്ങൾ ഏറെ അവിടുന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള മുഅ്ജിസാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിവിശേഷണത്തിൽ നിന്ന് എണ്ണിപ്പറയാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ വായിക്കാനും പഠിക്കാനും അവിടുത്തെ ചരിത്രത്തെ ഉൾക്കൊണ്ട് അവിടുത്തെ സുനനുകളെ പിൻപറ്റി ഇരുലോകത്ത് വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم اغفر لمن ماتوا منا ولجميع أمة محمد صلى الله عليه وسلم. അള്ളാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിത്യേന നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. കോവിഡ് ബാധിച്ച് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ആ കുടുംബത്തിൽ 5ഉം 10ഉം 20ഉം ഒക്കെ ആളുകൾ ഒന്നാകെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ബന്ധുക്കളടക്കമുള്ളവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ഷിഫാ നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ആഫിഹിം ആഫിയതൻ താമത്തൻ വഹ്ഫദ്നാ വഹ്ഫദ്ഹും മിൻ കുല്ലി ബലാഇൻ വബൽവാ മിൻ കുല്ലി ബലാഇൻ വമുസീബത്തിൻ വആഫത്തിൻ വനിഖ്മത്തിൻ വമറദിൻ വശിദ്ദത്തിൻ യാ റബ്ബ് യാ റഹ്മാൻ. സല്ലല്ലാഹു തആല വസല്ലം.